എല്ലാവരും ലഹരിക്കെതിരെ പറയും. മന്ത്രി പ്രസംഗിക്കുന്നത് ലഹരിക്കെതിരെ, പള്ളിയിലെ അച്ഛൻ പ്രസംഗിക്കുന്നത് ലഹരിക്കെതിരെ, സ്വാമി പ്രസംഗിക്കുന്നത് ലഹരിക്കെതിരെ, മുസ്ലിയാർ അൽബയാനും അൽജവാബും സ്റ്റേജും ഒക്കെ പ്രസംഗിക്കുന്നത് ലഹരിക്കെതിരെ. ഇതൊക്കെ പറയുന്നുണ്ട്. പോലീസും പട്ടാളവും ഒക്കെ ലഹരിക്കെതിരെ. പക്ഷേ തിരുവനന്തപുരം തമ്പാനൂർ ജംഗ്ഷനിൽ, കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ, കാസർഗോഡ് ടൗണിൽ ഒരു ചെറുപ്പക്കാരൻ നിന്നിട്ട് എനിക്കിപ്പോൾ കഞ്ചാവ് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചാൽ മതി. ആഗ്രഹിച്ച് തീരുന്നതിന് മുമ്പ് അവൻ്റെ കയ്യിൽ കഞ്ചാവ് എത്തും. ഇതാണ് നമ്മുടെ നാട്. ഇതാണ് നമ്മുടെ നാട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്ക് അതൊരു ബിസിനസ്സാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രക്തക്കളമാണ്. ആരാണ് ഇതിനു വേണ്ടിയിട്ട് ഇതിനെതിരെ എങ്ങനെയാണ് സമരങ്ങൾ, ഇതിനെതിരെയുള്ള സമരങ്ങൾ പാളിപ്പോകുന്നു. ഇതിനെതിരെ ശബ്ദിക്കുന്നവർ ഒറ്റപ്പെട്ടു പോകുന്നു. ഇതിൻ്റെ പിന്നിൽ വൻ മാഫിയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരെ കണ്ടെത്താൻ നമ്മുടെ നാട്ടിലെ ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാർ രംഗത്തിറങ്ങിയില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരും, വലിയ വില കൊടുക്കേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ.